നമസ്കാരം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ടാറ്റയെ പറ്റിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ടാറ്റയെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ജംഷഡ്ജി ടാറ്റ വിവേകാനന്ദനുമൊത്തുള്ള ഒരു കപ്പൽ യാത്രക്കിടയിൽ അവർ അന്ന് ചർച്ച ചെയ്ത ഐഡിയകളുടെ പരിണിത ഫലമായി 160 പരം വർഷങ്ങൾ കൊണ്ട് 100-ലധികം രാജ്യങ്ങളിലായി 100-ലധികം ബിസിനസ് തരങ്ങൾ ഇന്ന് ടാറ്റയ്ക്കുണ്ട്. അന്നത്തെ ആ ഒരു അതിജീവനത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ജംഷഡ്ജി ടാറ്റയാണ് ഇതിൻ്റെ സ്ഥാപകൻ. ശരിക്കും ടാറ്റയുടെ വ്യവസായ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 3 നൂറ്റാണ്ടായി ഇന്ന് നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ന് അതിന് സ്വാതന്ത്ര്യം നേടിത്തരാനുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ പോലുമില്ല. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഭാരതീയ ജനതാ പാർട്ടിയോ അങ്ങനത്തെ ഒരു പാർട്ടിയില്ലാത്ത കാലത്താണ് അദ്ദേഹം തുടങ്ങിയത്. ഈ ഒരു 3 നൂറ്റാണ്ടിൻ്റെ അതിജീവനം ഇന്നത്തെ സാഹചര്യത്തിലുള്ള നമ്മൾക്ക് സുഖലോലുപതയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ എന്തിനും നമുക്ക് സഹായകമായിട്ട് പല ഘടകങ്ങളുമുണ്ട്. അന്ന് പ്രതികൂലത മാത്രമേ ഉള്ളൂ. കാരണം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഒരു കമ്പനി തുടങ്ങിയതിനെ നമ്മൾ ഒരു നിയോഗമായിട്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്നതിന് കാരണമായി തീർന്ന ഒരു നിയോഗമായിട്ട് വേണം ജംഷഡ്ജി ടാറ്റയെ നമ്മൾ കാണാൻ. അപ്പം അദ്ദേഹം 1839 അദ്ദേഹം ജനിക്കുന്നത്. യുവാവായി 25 വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഈ വ്യവസായ മേഖലയെക്കുറിച്ചും സ്വയമായ ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളതാണ്. പിന്നീടാണ് അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ അദ്ദേഹം തുടങ്ങി വെച്ച പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വന്നു. കാരണം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ. മാർക്കറ്റും കണ്ടെത്തണം. ഇന്ന് ഇത്രയും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും നമ്മൾ തോറ്റുപോവാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നിരിക്കുമ്പോഴാണ് ഒരു കപ്പൽ യാത്രയിൽ വിവേകാനന്ദ സ്വാമികളായിട്ടുള്ള കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപമാറ്റം, ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടാറ്റ അന്ന് വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ടാറ്റയെ സോഷ്യൽ മീഡിയ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സാർ, ഈ വിമർശനങ്ങളെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? സത്യത്തിൽ ഇത് ടാറ്റയ്ക്ക് വളരെ അനുകൂലമായ ഒരു പരിസ്ഥിതിയാണ്. കാരണം ഒരു പക്ഷേ ഇന്ന് സ്റ്റുഡിയോ പോലെയുള്ള മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ അവരുടെ സെയിൽസ് മാനേജർ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻകം അല്ലെങ്കിൽ സെയിൽസ് വരുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന്. കാരണം സ്റ്റുഡിയോ ആർക്കും അറിയില്ലായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഏതാണ്ട് പൂർത്തിയായി, ദൗത്യം പൂർത്തിയായി രത്തൻ ടാറ്റയുടെ. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി ചോദിച്ചു. പല സമയത്തും അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള വലിയ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ. ഇപ്പം നാനോ കാറൊക്കെ ഇറക്കിയത് സാധാരണക്കാരന് ഒരു കുടുംബസമേതം യാത്ര ചെയ്യാനുള്ളൊരു കാറ് എന്നതുപോലെ ടാറ്റ അല്ലെങ്കിൽ നിങ്ങൾ വലിയ കമ്പനിയൊക്കെ വന്നെങ്കിലും സാധാരണക്കാരൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാൻ ഇവിടെ ഇപ്പോഴും രക്ഷയില്ല. നിങ്ങൾക്ക് അതെന്താ ചിന്തിക്കാത്തത്? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിൽ 180 സിറ്റികളിൽ ഈ സ്റ്റുഡിയോ എന്നുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ഏതാണ്ട് 10,000-ൽ പേരെ ആളുകൾ അവിടെ മാത്രം ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കൊച്ചിയിലൊക്കെ ഇതുണ്ട്. ഒരു ബോർഡ് പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നല്ല തിരക്കാണ്. കാരണം സ്റ്റുഡിയോ ഉണ്ടെന്നും ജനങ്ങൾ അറിഞ്ഞു. നല്ലൊരു മാർക്കറ്റിംഗ് സ്റ്റഡി നടത്തുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികൂലത എന്നുള്ളത് നന്നായിട്ട് തന്നെ നമ്മൾ എന്നെ കാണണം.